ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഞണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ 1.5 സവാളയാണ് എടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു പകുതി സവാളയും കൂടി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലാം അങ്ങോട്ട് വാടിക്കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒന്ന് റോസ് സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയ ശേഷം നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടയാനായിട്ടും കൂടി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്ന തക്കാളിക്ക് പുളി കുറവായതുകൊണ്ട് മാത്രം ഞാനൊരു ചെറിയ പീസ് കുടംപുളിയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫിഷ് മോളിയുടെ മസാലയല്ലേ, അതിനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ട് അതിലിട്ട് കൊടുക്കുക. വളരെ കുറച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ഞണ്ടെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ അതിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. ഞാൻ കുറച്ച് ചാറായിട്ടാണ് എടുക്കുന്നത്, വളരെ പറ്റിച്ചല്ല എടുക്കുന്നത്, കുറച്ച് ഗ്രേവിയോടുകൂടി ചാറോടുകൂടിയാണ് എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായേ തീരും എനിക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.